ഇതുവരെ പറഞ്ഞ എല്ലാ ലോക്കൽ ബോഡികളിലുമുള്ള മറ്റൊരു പോസ്റ്റാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇയാളുടെ ചുമതല എന്തെന്നറിയുമോ? സാമ്പത്തിക കമ്മിറ്റി, വികസന കമ്മിറ്റി, ആരോഗ്യക്ഷേമ കമ്മിറ്റി, വിദ്യാഭ്യാസ കമ്മിറ്റി, ക്ഷേമ കമ്മിറ്റി, പൊതുമരാമത്ത് കമ്മിറ്റി എന്നിങ്ങനെ നിരവധി കമ്മിറ്റികൾ ഈ സ്ഥാപനങ്ങളിൽ ഉണ്ടാകും. ഈ കമ്മിറ്റികളുടെ നേതൃത്വം നൽകുന്നവരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്. ഓരോ വിഷയങ്ങളെ പറ്റിയും ഉള്ള പ്ലാനിങ്ങുകളും റിപ്പോർട്ടുകളും റിവ്യൂ ചെയ്യണം. ഏതെങ്കിലും പദ്ധതി ആവിഷ്കരിക്കുവാൻ കൗൺസിലിന് മുൻപിൽ അവതരിപ്പിക്കണം. കമ്മിറ്റികൾക്ക് കീഴിൽ ശരിയായ ഫണ്ട് വിനിയോഗം ഉറപ്പാക്കണം. സ്കൂൾ, റോഡ്, ആരോഗ്യം, ക്ഷേമ പദ്ധതികൾ എന്നിവയുടെ പദ്ധതികൾക്ക് മേൽനോട്ടം നൽകണം. ഓരോ മേഖലയിലും പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരെ ഏകീകരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്. അടുത്ത സ്ഥാനം വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആണ്. പ്രസിഡന്റിനെ അല്ലെങ്കിൽ മേയറിനെ ഭരണത്തിൽ പിന്തുണയ്ക്കുന്ന ആണ് ഇവരുടെ ഉത്തരവാദിത്തം. അവരില്ലാത്ത സാഹചര്യത്തിൽ മേയറിന്റെയോ പ്രസിഡന്റിനെയോ ചുമതല വഹിക്കുന്നത് ഈ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആയിരിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലീഡ് ചെയ്യാനും കമ്മിറ്റികളെ കോർഡിനേറ്റ് ചെയ്യാനും ഇവർക്ക് കഴിയും. ഉയർന്ന തലത്തിലുള്ള മീറ്റിംഗുകളും ഔദ്യോഗിക ചടങ്ങുകളിലും ഇവർ പങ്കെടുക്കണം. വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സെക്കൻഡ് ഇൻ കമാൻഡ് ആണെന്ന് പറയാം. അടുത്തത് ഓരോ സ്ഥാപനങ്ങളിലെയും ഏറ്റവും പ്രധാന സ്ഥാനമാണ്. പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് എന്ന സ്ഥാനവും മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സണും കോർപ്പറേഷനിൽ മേയറും. കൗൺസിൽ മീറ്റിംഗുകളെ അധ്യക്ഷ വഹിക്കുന്നത് ഇവരാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗുകളും ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഔദ്യോഗിക ചടങ്ങുകളിലും ഈ സ്ഥാപനം പ്രതിനിധീകരിച്ച് പങ്കെടുക്കണം. സെക്രട്ടറിയിലൂടെയും മറ്റു ഉദ്യോഗസ്ഥരിലൂടെയും തീരുമാനങ്ങൾ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ബഡ്ജറ്റുകൾക്ക് അംഗീകരിച്ച് ഒപ്പുവെക്കേണ്ടത് ഇവരാണ്. പൊതുമരാമത്ത് പണികൾ, ഫണ്ട് വിനിയോഗം, ഭരണം എന്നിവ പരിശോധിക്കണം. വെള്ളപ്പൊക്കം, പകർച്ചവ്യാധി തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ അതിനുള്ള പരിഹാരങ്ങൾ ഊർജിതമാക്കണം. ക്ഷേമം, വികസനം, പ്ലാനിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകണം. ഒരേ ഉത്തരവാദിത്തങ്ങളായി കാണാമെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമീണ സർക്കാരിന്റെ തലവനും, മുനിസിപ്പൽ ചെയർപേഴ്സൺ പട്ടണത്തിന്റെ തലവനും, മേയർ സിറ്റി കോർപ്പറേഷന്റെ തലവനുമാണ്. ഇവർ ഒരേ സമയം രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണത്തലവന്മാരുമായിരിക്കും. 1992 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനവും മുനിസിപ്പാലിറ്റികളും ഇന്ത്യയിൽ നടപ്പാക്കിയത്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ വാർഡ് അംഗങ്ങൾ മുതൽ വിഷയങ്ങൾ കൈമാറി വികസനം നടത്തുന്ന ഒരു ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഒരംഗം പ്രസിഡന്റ് ആയാലും ചെയർപേഴ്സൺ ആയാലും മേയർ ആയാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയാലും അവർ ഒരു വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ്. അവരുടെ വാർഡിലെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും പരാതികൾ പരിഹരിക്കേണ്ടതായും ഇവർക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു വാർഡ് മെമ്പറുടെ ജോലി ഏതൊക്കെയെന്നും അത് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തത് മാത്രമല്ല എന്നും മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളുടെ അരികിൽ വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥികൾ ഇനി എത്തും. അവർക്ക് വോട്ട് ചെയ്യുമ്പോൾ അവരുടെ ചുമതലകൾ എന്തൊക്കെയെന്ന് അറിഞ്ഞുകൊണ്ട് ഇനി വോട്ട് ചെയ്യാം.